പ്രിയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാവിലെ കാലം വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരായി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത നല്ല കർത്താവ്, ആമേൻ, ഞങ്ങളുടെ കൂടെയുള്ളതിനാ ഞങ്ങൾ നന്ദിയോടെ ഇന്ന് രാവിലെ കാലം അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തുമില്ല. ആമേൻ, ഹല്ലേലൂയ എന്ന് അരുളി ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ആകയാൽ എനിക്ക് കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? ഞങ്ങളുടെ വചനമാണല്ലോ കർത്താവേ. ആമേൻ, ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും, ഞങ്ങളുടെ എല്ലാ പ്രതികൂല അവസ്ഥകളിലും, ആമേൻ, ഏത് സാഹചര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു നല്ല അപ്പൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദിവസങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ ആമേൻ ആമേൻ ഭയപ്പെട്ട് ഭാരപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആമേൻ ഭാരത്തോടെ ആയിരിക്കുന്ന ആമേൻ മക്കളുടെ മേൽ കർത്താവെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആമേൻ ആ ശബ്ദം അവർ കേൾക്കാനിടയാകട്ടെ കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭവനങ്ങളുടെ മേൽ ദൈവ മഹത്വം ഇറങ്ങട്ടെ. അങ്ങനെയുള്ളവരുടെ ഭവനങ്ങളിൽ മേൽ കർത്താവെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടവർ നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ സന്തോഷം അവരുടെ ഉള്ളങ്ങളിൽ നിറയട്ടെ കർത്താവെ. അവൻ ഉയരത്തിൽ തന്നെ പിടിച്ച് ഹല്ലേലൂയ പെരുവെള്ളത്തിൽ തന്നെ വലിച്ചെടുത്തു. ഞങ്ങളുടെ വചനം ഞങ്ങൾ വായിക്കുന്നു. പെരുവെള്ളത്തിൻ്റെ നടുവിലും ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു നല്ല കരം, ആമേൻ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ആമേൻ പിടിച്ച് ഉയർത്തുന്ന ഒരു കരം ഈ മക്കളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പി നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളിച്ചത് കർത്താവ്. ലോക അവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, ഈ മക്കളുടെ ജീവിതങ്ങളിൽ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവീന് നിങ്ങളുടെ വചനമാ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഭാരങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്നു. ഞങ്ങളുടെ ഭയങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനെയുള്ള ഞങ്ങളുടെ വചനമാ കർത്താവേ. ഞങ്ങൾ വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കട്ടെ. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാനിടയാകാതെ, ഞങ്ങൾ പതറിപ്പോകാതെ, ഞങ്ങൾ ചഞ്ചലിച്ചു പോകാതെ ദൈവമുഖത്തേക്ക് നോക്കാൻ, ദൈവ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നവരായി മാറുവാൻ ഈ നാളുകളിൽ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രിയ പിതാവേ, ഇന്ന് ഈ പകൽക്കാലം രോഗികളായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിൽ അങ്ങയുടെ കരം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാനിടയാകട്ടെ കർത്താവേ. അതിവേദനയാൽ കഷ്ടപ്പെടുന്നവർ, ഹോസ്പിറ്റൽ മറ്റു ആയിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരം അവിടുന്ന് ഇറങ്ങി വരുമാറാകണമേ. ആമേൻ. ഭവനത്തിൽ രോഗത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ അവരുടെ മേലും അങ്ങയുടെ കരം ആമേൻ ഇറങ്ങി വരട്ടെ. ആമേൻ. അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യം അവരുടെ ശരീരത്തിന്മേൽ വെളിപ്പെടാനിടയാകട്ടെ കർത്താവേ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സൗഖ്യം അവിടെ നയിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സമാധാനം, അങ്ങയുടെ സന്തോഷം, സ്വസ്ഥത അവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നത് ഓർത്ത് സ്തോത്രം. അവർ അത് അനുഭവിക്കട്ടെ കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ട ദയക്കാ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനാ ഞങ്ങൾ നന്ദി പറയുന്നു. കരുതലിനാ ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണമായി ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. 1 കൊരിന്ത്യർ 1:27-28 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് എവിടുന്നാ? ഹല്ലേലൂയ. ബലഹീനരായ നമ്മളെ കർത്താവ് ആമേൻ തിരഞ്ഞെടുത്തത് എന്തിനാ? ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. ആമേൻ. നമുക്ക് ഒരു കഴിവുമില്ലാത്തവരായിരുന്നു. നമ്മളെ
ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, നിർദോഷികളായിരുന്നു. ആമേൻ, അങ്ങനെ ഉള്ളിടത്ത് നിന്ന് ആമേൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ഹാലലൂയ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഹാലലൂയ. നമ്മുടെ വിളി നമ്മളെവിടെയായിരുന്നു നാം ആയിരുന്നത്, നമ്മളെ തെരഞ്ഞെടുത്തത് എവിടുന്നല്ല, നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ വിളിച്ച് ആമേൻ ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തതാ. ഹാലലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാ പ്രിയമുള്ളവരെ. ഹാലലൂയ. ആമേൻ, നമ്മളെ തെരഞ്ഞെടുത്ത് ആമേൻ ലോകത്തിൽ എത്രയോ കുലമഹിമയുള്ളവരും ശ്രേഷ്ഠന്മാരും ബലമുള്ളവരും ഹാലലൂയ ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും ഒക്കെ നമ്മുടെ ദേശത്തുണ്ടായിരുന്നു അല്ലേ. എന്നാൽ കർത്താവ് ഒന്നുമില്ലാതിരുന്ന നമ്മളെ ഹാലലൂയ കർത്താവ് തെരഞ്ഞെടുത്ത് ശ്രേഷ്ഠകരമായ പദവിയിൽ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. ഹാലലൂയ. ആമേൻ, നമ്മൾ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ആമേൻ നമ്മളെ കർത്താവ് കരത്തിൽ താങ്ങി ആമേൻ ഉയർന്ന ക്രിസ്തു എന്ന പാറമേൽ നമ്മളെ നിർത്തിയതാ. ഹാലലൂയ. നമ്മളെ നിർത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന പാറയിൽ, ഉറച്ച പാറയുടെ മുകളിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ആമേൻ പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. ഹാലലൂയ. ക്രിസ്തു എന്ന പാറയുടെ ആമേൻ അടിസ്ഥാനത്തിലാണ് നമ്മളെ കർത്താവ് പണിതിരിക്കുന്നത്. ഹാലലൂയ. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടാത്തൊരു കർത്താവാണ്. ആമേൻ. ഒന്നുമില്ലാത്തൊരു തിരഞ്ഞെടുത്തിട്ട് ഹാലലൂയ ആമേൻ വഴിയിൽ വെച്ച് ഇട്ടേച്ചു പോകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. ആമേൻ. ഹാലലൂയ. ആമേൻ. ആരംഭിച്ചവൻ അവസാനത്തോളം ആമേൻ ആമേൻ നമ്മളെ കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് വേണ്ടി ഉണ്ട്, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഹാലലൂയ ആമേൻ നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന, നമ്മുടെ പക്ഷം പിടിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹാലലൂയ. നമ്മളെ ഒന്നുമില്ലാത്ത തെരഞ്ഞെടുത്ത് ആമേൻ ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിച്ച് നമ്മളെ നീതീകരിച്ച് ആമേൻ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. ആ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ. ഹാലലൂയ. ആ സ്നേഹത്തിൽ ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ആ ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ ക്രിസ്തു എന്ന പാറയിൽ നമുക്ക് അടിസ്ഥാനമുള്ളവരായി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ആമേൻ കർത്താവ് നമ്മളെ എവിടുന്ന വിളിച്ചെന്ന്, നമ്മളെ എവിടുന്ന കൊണ്ടുവന്നെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹാലലൂയ. നമ്മളെ വിളിച്ച കർത്താവിന് വേണ്ടി അധികം ശക്തിയോടെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹാലലൂയ. നല്ല കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.